അപ്പൊ ഈ ഒന്ന് രണ്ട് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ആശ്രയ ഗുണങ്ങൾ തന്നെയാണ്. അപ്പൊ എന്റെ ആശ്രയ ഗുണങ്ങളുണ്ട്, ഇല്ലെന്നല്ല. പിന്നെ ഈ അസുരന്മാരെയൊക്കെ കൊല്ലണമെന്നുള്ള ഒരു ഗുണം കൂടെ എന്റെ മനസ്സിലുണ്ട്. പക്ഷെ ഞാൻ എന്റെ കൈകൊണ്ട് ചെയ്യത്തില്ലെങ്കിൽ എന്റെ മനസ്സിൽ അതുണ്ട്. അപ്പം ഞാൻ അസുര വംശജയാണല്ലോ. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാനും അസുരനായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് യാദവ വംശം മുഴുവൻ ശ്രീകൃഷ്ണ ഭഗവാൻ എതിരാണ്. ഇന്ന് BJPക്ക് എതിരാണ് യാദവന്മാരിൽ എല്ലാവരും. അവര് OBC ആണ്. അവര് ഒരു വിധത്തിൽ അവര് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാർട്ടി തന്നെയാണല്ലോ. താമര എന്ന് പറഞ്ഞ മഹാവിഷ്ണുവാണ്, BJP എന്ന് പറഞ്ഞ മഹാവിഷ്ണുവിന്റെ പാർട്ടിയാണ്, അതിനൊരു സംശയമില്ല. അപ്പം മഹാവിഷ്ണുവിനെതിരാണ് ഈ രാഘവന്മാരില്ല. അതുപോലെ തന്നെ SNDPക്കാരും സനാതന ധർമ്മത്തിനെതിരാണ്. കാരണം ഇവരാണ് കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ ഇവർ സനാതന ധർമ്മത്തിനെതിരാകാൻ കാരണം എന്താ, ഇവര് ശ്രീലങ്കൻ വംശജരാണ്. ശ്രീലങ്കയിൽ വന്ന് ശ്രീരാമേന്ദ്രൻ വന്ന് രാവണനെ കൊന്നാണ്. ഇവരുടെ പരമ്പരയിൽപ്പെട്ട ആളാണ് രാവണന്. അപ്പൊ രാവണനെ കൊന്ന ആളാണ് ശ്രീരാമേന്ദ്രൻ. അപ്പൊ എന്തായാലും നാച്ചുറലി അവർക്ക് രാമനോട് വെറുപ്പുണ്ടാവുന്നത് സ്വാഭാവികമാണ്. അപ്പൊ ആ പരമ്പരയിൽപ്പെട്ടാണ്, ശ്രീലങ്ക പരമ്പരയിൽപ്പെട്ടവർ തന്നെയാണ് ഇസ്ലാമുകളും എല്ലാം. ഞാൻ ഇവരുടെ പരമ്പര മുഴുവൻ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുക. അസുരപുരാണം മുഴുവൻ 8000 വർഷത്തെ ചരിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ വിട്ടുപോയി. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്താണ് ആശ്രയ ഗുണങ്ങൾ? ഒന്നാമത്തെ ഗുണങ്ങള് മാതാപിതാക്കളെ പരിത്യജിക്കുക. ഇന്ന് നമുക്കറിയാലോ എത്രയോ അനാഥാശ്രമങ്ങൾ, വൃദ്ധാശ്രമങ്ങൾ ഒക്കെ ഈ ലോകത്തുണ്ട്. പിന്നെ അതെല്ലാം കൂടുതലുള്ളത് കേരളത്തിലാണ്. അപ്പൊ ഈ മാതാപിതാക്കളെ പരിത്യജിക്കുന്നവർ അസുരന്മാരാണ്. രണ്ടാമത്തത് മാതാപിതാക്കളെ കൊല്ലുന്നവർ, നമ്മൾ നിത്യേന കേൾക്കുന്നതാണ്. അവരെ കൊല്ലുന്നവർ അസുരന്മാരാണ്. 3 സഹോദരങ്ങളെ, ഭാര്യ, ഭർത്താവ്, പിന്നെ ഇവരെയൊക്കെ കൊല്ലുന്നവര് അസുരന്മാരാണ്. 4മത്തേത് സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അമ്മമാരുണ്ട്. ഇവർ അസുരന്മാരുടെ സ്ത്രീഭാവമായ അസുരാണികളാണ്. ഏതൊരു പെണ്ണൊരു കുഞ്ഞിനെ കൊന്നെന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അപ്പം മനസ്സിലാക്കി ഇവർ അസുരാണികളാണ്, ഇത് അസുരന്മാരാണെന്ന്. അടുത്തത് 6മത്തേത് പുത്രിക്കൊക്കെ ഗർഭം ഉണ്ടാക്കുന്ന അച്ഛന്മാരാണ്. ഇപ്പൊ പുത്രിയെ ഭോഗിക്കുന്നവർ, മാതാവിനെ ഭോഗിക്കുന്നവർ, ഭഗിനി എന്ന് പറഞ്ഞ സഹോദരിയെ ഭോഗിക്കുന്നവർ, മൃഗങ്ങളെ ഭോഗിക്കുന്നവര്, ശവങ്ങളെ ഭോഗിക്കുന്നവർ, ഇവരെല്ലാം അസുരന്മാരാണ്. പുത്രി, മാതാ, ഭഗിനി, മൃഗം, ശവം ഇവരെ ഭോഗിക്കുന്നവർ അസുരന്മാരാണ്. ഇവരുമായിട്ട് സെക്സ് ചെയ്യുന്നവര്. എനിക്ക് മാതാവുമായിട്ട് സെക്സ് ചെയ്യുന്ന പുത്രന്മാരെ എനിക്ക് നേരിട്ടറിയാം. ഫേസ്ബുക്കിൽ 1-2 ഫ്രണ്ട്സ് എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അവര് കൃത്യമായിട്ട് എന്നോട് പറഞ്ഞു. കാരണം അവരെ പ്രലോഭിപ്പിക്കുന്ന അവര് അമ്മമാരാണ്. അവരല്ല കാരണക്കാരെന്നാണ് അവര് പറയുന്നത്. എന്തായാലും പോയിക്കോട്ടെ അത്. അപ്പൊ അങ്ങനത്തെ മക്കളുണ്ടെങ്കിൽ അവര് തീർച്ചയായിട്ടും ഈ ഇടതുപക്ഷ ചിന്താഗതി ഉള്ളവരായിരിക്കും, ഒരു സംശയമില്ല. അതായത് ഈശ്വരന് വിരുദ്ധമായിട്ട് സഞ്ചരിക്കുന്നവര്. അപ്പൊ 7മത്തേത് ബലാത്സംഗം ചെയ്യുന്നവര്, അവർ അസുരന്മാരാണ്. 8മത്തെ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവര്, പല രീതിയിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്നുണ്ട്. സ്ത്രീധനത്തിന്റെ പേരിലോ സ്ത്രീധനത്തെ മോഹിക്കുന്നവരും എല്ലാം അസുരന്മാരാണ്. 9മത്തെ ശിശുപീഡകര്, കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നവര്, അവരെല്ലാം അസുരന്മാരാണ്. 10മത്തെ അന്യരുടെ ഭാര്യ, ഭർത്താവ് ഇവരെ മോഹിക്കുന്നവർ, ഇവരെ അടിച്ചു മാറ്റുന്നവർ, ഇവരെ അസുരന്മാരാണ്. അപ്പം അന്യരുടെ ഭാര്യ, ഭർത്താവ് ഇവരെ സ്വന്തമാക്കുന്നവർ അസുരന്മാർ. 11മത്തെ ഈശ്വരനെ നിന്ദിക്കുന്നവർ അസുരന്മാർ. 12മത്തെ സനാതന വിരോധികൾ അസുരന്മാർ. 13മത്തെ ഗുരുക്കന്മാരെ നിന്ദിക്കുന്നവർ, ഗുരുക്കന്മാരെ ആൾദൈവം